نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم لقد من الله على المؤمنين إذ بعث فيهم رسولا من أنفسهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ, സർവ്വലോക രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും തഖ്വ കൊണ്ട് ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ എണ്ണിക്കണക്കാക്കാൻ സാധ്യമല്ല എന്ന് നാം അറിയുന്നവരാണ്. നമ്മുടെ ശരീരവും അതിലെ സൂക്ഷ്മമായ ഓരോ അവയവങ്ങളും, അതുപോലെ നാം ശ്വസിക്കുന്ന വായുവും കുടിക്കുന്ന വെള്ളവും, നമ്മുടെ പാർപ്പിടവും നമ്മുടെ ജോലിയും, അതുപോലെയുള്ള നമ്മുടെ സൗകര്യങ്ങളും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽപ്പെട്ടതാണ്. എന്നാൽ ഇതിനേക്കാളൊക്കെ വലിയ അനുഗ്രഹം അല്ലാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽപ്പെട്ടതാണ് ഒരു മുഅ്മിനായി ജീവിക്കുവാനുള്ള ഭാഗ്യം നൽകി എന്നുള്ളത്. അവന്റെ സന്മാർഗം, അവന്റെ ഹിദായത്ത് അവൻ നമുക്ക് ചൊരിഞ്ഞു തന്നു എന്നുള്ളത് അവൻ നമുക്ക് നൽകിയ വലിയ അനുഗ്രഹങ്ങളിൽപ്പെട്ട ഒന്നാണ്. അതുപോലെ സത്യവിശ്വാസികൾക്ക് അല്ലാഹു നൽകിയ വലിയ ഒരു അനുഗ്രഹമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനെ നൽകി എന്നുള്ളത് അല്ലാഹു നമുക്ക് ചെയ്തു തന്ന വലിയ അനുഗ്രഹമാണ്. സത്യവിശ്വാസികളോട് അല്ലാഹു അവൻ ചെയ്ത ദാക്ഷിണ്യമാണ് എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്.
ഞാൻ ആമുഖമായി ഒതുങ്ങിപ്പിച്ച ആയത്ത് പരിശുദ്ധ ഖുർആനിലെ സൂറത്തു ആലി ഇംറാനിലെ വചനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നൽകിയ അനുഗ്രഹത്തെ എടുത്തു പറയുകയാണ്. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളോട് അല്ലാഹു ദാക്ഷിണ്യം കാണിച്ചിരിക്കുന്നു. സത്യവിശ്വാസികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ചിരിക്കുന്നു. എങ്ങനെയാണ് അല്ലാഹുവിന്റെ ആ അനുഗ്രഹം? ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം, അവർക്ക് അവരിൽ നിന്ന് തന്നെയുള്ള ഒരു പ്രവാചകനെ അല്ലാഹു നിയോഗിച്ചു. ആ പ്രവാചകന്റെ പ്രത്യേകത എന്താ? യത്ലു അലൈഹിം ആയാതിഹി, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ, അല്ലാഹുവിന്റെ ആയത്തുകൾ അവർക്ക് ഓതിക്കൊടുക്കുന്ന പ്രവാചകനാണ്. വയുസക്കീഹിം, അങ്ങനെ അവരിൽ സംസ്കരണം ഉണ്ടാക്കുന്ന പ്രവാചകൻ. വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, അല്ലാഹുവിന്റെ വേദഗ്രന്ഥവും തത്വജ്ഞാനവും അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു പ്രവാചകൻ. അങ്ങനെ ഒരു പ്രവാചകനെ നൽകിയതാണ് സത്യവിശ്വാസികളോട് അല്ലാഹു കാണിച്ച വലിയ അനുഗ്രഹം, വലിയ ദാക്ഷിണ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുന്നത്. വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ, മുമ്പ് വ്യക്തമായ വഴികേടിലായിരുന്ന ജനതയിലേക്ക് ആ പ്രവാചകൻ കടന്നു വരികയും അല്ലാഹുവിന്റെ ആയത്തുകൾ ഓതിക്കൊടുത്തുകൊണ്ട് അവരിൽ സംസ്കരണം സൃഷ്ടിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന് നമ്മൾ കാണുന്നത് പോലെ വലിയ അധികാരവും സ്വാധീനവും അത് സ്വന്തം നേട്ടങ്ങൾക്ക് ഉപയോഗിക്കുന്ന, സമൂഹത്തോട് യാതൊരു പ്രതിബദ്ധതയുമില്ലാത്ത കേവലം ഒരു പുണ്യപുരുഷനായിരുന്നില്ല. തന്റെ കൂടെയുള്ള ആളുകളോട് കൂടെ അവരിൽ ഒരാളായി ജീവിച്ച സ്നേഹനിധിയായ പ്രവാചകൻ. കൂടെയുള്ളവരോട് മാത്രമല്ല, തന്റെ കാലശേഷം തന്റെ ഉമ്മത്തിൽ വരുന്ന ആളുകളോട് പോലും അതീവമായ സ്നേഹം നിലനിർത്തിയിരുന്ന പ്രവാചകൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, عن أبي هريرة أن رسول الله صلى الله عليه وسلم أتى المقبرة فقال, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മഖബറയിൽ പ്രവേശിച്ചു. ഖബർസ്ഥാനിൽ പ്രവേശിച്ചുകൊണ്ട് ആ ഖബറാളികളോട് സലാം ചൊല്ലുന്ന പ്രവാചകൻ, അസ്സലാമു അലൈക്കും ദാറ ഖൗമിൻ മുഅ്മിനീൻ, ഈ വസതികളിൽ, ഈ ഖബറുകളിൽ കഴിയുന്ന സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സമാധാനം ഉണ്ടാവട്ടെ. വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ, അല്ലാഹു ഉദ്ദേശിച്ചാൽ തീർച്ചയായും ഞങ്ങളും നിങ്ങളോടൊപ്പം വന്നു ചേരേണ്ടവർ തന്നെയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മഖബറയിൽ പ്രവേശിച്ച ഖബറാളികളോട് സലാം ചൊല്ലിയതിനു ശേഷം പ്രവാചകൻ പറഞ്ഞ ഒരു വാക്കുണ്ട്, വദിതു അന്നാ ഖദ് റഅയ്നാ ഇഖ്വാനനാ, ഞാൻ എൻ്റെ സഹോദരങ്ങളെ കാണാൻ അതിയായി ആഗ്രഹിക്കുന്നവനാണ്. ഞാൻ എൻ്റെ സഹോദരങ്ങളെ, എൻ്റെ ഇഖ്വാനിനെ കാണാൻ അങ്ങേയറ്റം ആഗ്രഹിക്കുന്നവനാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുമ്പോൾ സ്വഹാബത്ത് ചുറ്റും കൂടി നിൽക്കുന്ന സ്വഹാബ കിറാം അവർ ചോദിക്കുകയാണ്, അവലസ്നാ ഇഖ്വാനക യാ റസൂലല്ലാഹ്, അപ്പോൾ ഞങ്ങളല്ലേ നബിയേ, ഞങ്ങളല്ലേ അല്ലാഹുവിന്റെ ദൂതരെ, താങ്കളുടെ സഹോദരങ്ങൾ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്ത് അവർ കേൾക്കുന്ന രൂപത്തിൽ പറയുകയാണ്, ഞാൻ എൻ്റെ ഇഖ്വാനിനെ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോ സ്വഹാബിമാർ ഒന്നടങ്കം ചോദിക്കുകയാണ്, നബിയേ, ഞങ്ങളല്ലേ, താങ്കളോട് കൂടെ നിൽക്കുന്ന ഞങ്ങളല്ലേ താങ്കളുടെ സഹോദരങ്ങൾ എന്ന് ചോദിച്ചപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഉത്തരം പറഞ്ഞത്, അൻതും അസ്ഹാബി, അൻതും അസ്ഹാബി വ ഇഖ്വാനുന അല്ലദീന ലം യഗ്തു ബഅദു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുകയാണ്, നിങ്ങൾ എൻ്റെ അനുചരന്മാരാണ്, നിങ്ങൾ എൻ്റെ സ്വഹാബത്താണോ, എന്നാൽ എൻ്റെ ഇഖ്വാനുകൾ എന്നാൽ, എൻ്റെ സഹോദരങ്ങൾ എന്നാൽ അത് എനിക്ക് ശേഷം വരുന്നവരാണോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, നിങ്ങൾ എൻ്റെ അനുചരന്മാരാണ്, എൻ്റെ കൂടെയുള്ളവരാണ്, എൻ്റെ സ്വഹാബാണ്, എന്നാൽ എന്റെ കാലത്തിന് ശേഷം വരുന്ന എന്റെ ഉമ്മത്തിൽപ്പെട്ട ആളുകൾ അവരെന്നെ സ്നേഹിക്കുന്നവരാണ്. ആ ഉമ്മത്തിൽപ്പെട്ട എന്റെ കാലത്തിന് ശേഷം വരുന്ന ആളുകളെ പറ്റിയാണ് ഞാൻ ഇഖ്വാൻ എന്ന് പറഞ്ഞത്. അവരെ കാണാൻ ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മോട് അത്രമാത്രം സ്നേഹനിധിയായ ഒരു പ്രവാചകൻ, ആ പ്രവാചകൻ അത്രമാത്രം നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. നരകത്തിൽ കടന്നെരിയാതിരിക്കാൻ ഹിദായത്ത് എന്ന മഹത്തായ സൗഭാഗ്യം നമുക്ക് സിദ്ധിക്കുന്നത് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയാണ്. പരലോകത്ത് തന്റെ സ്വന്തം കാര്യത്തെക്കാൾ നമ്മുടെയൊക്കെ കാര്യത്തിന് വേണ്ടി അവിടുന്ന് പ്രയാസപ്പെടുന്നു.
വിചാരണ നാളിൽ ശഫാഅത്തിനായി ജനങ്ങൾ ഓരോ പ്രവാചകന്മാരുടെ അടുക്കലേക്ക് പോകുമ്പോഴും അവരെല്ലാം സ്വന്തം ഉദ്റുകൾ പറഞ്ഞ് പ്രയാസങ്ങൾ പറഞ്ഞ് കൈയൊഴിയുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനെ വിളിച്ചുകൊണ്ട് യാ റബ്ബി ഉമ്മത്തി ഉമ്മത്തി, എന്റെ ഉമ്മത്ത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഈ സമൂഹത്തിന്റെ വേണ്ടി ശഫാഅത്ത് ചെയ്യുന്നത്. ജീവിതത്തിൽ പലതരം പ്രയാസങ്ങൾ നേരിട്ടിട്ടും റബ്ബിങ്കിൽ നിന്ന് ഉത്തരം കിട്ടുന്ന പ്രാർത്ഥന നമുക്കായി മാറ്റിവെച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ അവിടുന്ന് പറയുകയാണ്, ലികുല്ലി നബിയിൻ ദഅവത്തുൻ മുസ്തജാബ, ഓരോ പ്രവാചകനും അതാ ഉത്തരം കിട്ടുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ഫതഅജ്ജല കുല്ലു നബിയിൻ ദഅവതുഹു, അത് ഓരോ പ്രവാചകന്മാരും നേരത്തെ തന്നെ നിർവഹിച്ചിട്ടുണ്ട്, ഇഹലോകത്ത് തന്നെ അവരുടെ നിർവഹിച്ചിട്ടുണ്ട്. വഇന്നി ഖതബഅതു ദഅവതി ശഫാഅത്തി ലി ഉമ്മതി യൗമൽ ഖിയാമ, എന്നാൽ നിശ്ചയമായും ഞാൻ എന്റെ പ്രാർത്ഥന എന്റെ ഉമ്മത്തിന് വേണ്ടി അന്ത്യനാളിൽ ശഫാഅത്തിനായി മാറ്റിവെച്ചിരിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉത്തരം ലഭിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ഓരോ നബിമാർക്കും അവർ ചോദിച്ചാൽ ഉടൻ ഉത്തരം ലഭിക്കുന്ന പ്രാർത്ഥനയുടെ അവസരമുണ്ട്. എന്നാൽ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിന്റെ ശഫാഅത്തിന് വേണ്ടി ആ അവസരത്തെ പരലോകത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്ന അത്രമാത്രം സ്നേഹനിധിയായ പ്രവാചകൻ, അത്രമാത്രം ആ പ്രവാചകൻ ഈ ഉമ്മത്തിനെ സ്നേഹിക്കുന്നു. നമ്മുടെ ബാധ്യതയാണ് ആ പ്രവാചകനെ തിരിച്ചു സ്നേഹിക്കുക എന്നുള്ളത്. നമ്മുടെ ബാധ്യതയാണ് ആ പ്രവാചകനോടുള്ള കടമ നിർവഹിക്കുക എന്നുള്ളത്. അൻ അനസ് റളിയല്ലാഹു അൻഹു ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അനസ് റളിയല്ലാഹു അൻഹു അവിടുന്ന് വിശദീകരിക്കുകയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പ്രകാരം പറഞ്ഞിരിക്കുന്നു. ഇമാം ബുഖാരി ധരിക്കുന്ന ഹദീസാണ്, لا يؤمن أحدكم حتى أكون أحب إليه من والده وولده والناس أجمعين. ഒരാളും തന്നെ വിശ്വാസിയാവുകയില്ല ഏതുവരെ അവൻ ഏറ്റവും കൂടുതൽ പ്രവാചകനെ സ്നേഹിക്കുന്നത് വരെ. എത്രത്തോളം എന്നാൽ അവന്റെ ബാപ്പയേക്കാൾ, അവന്റെ മാതാപിതാക്കളെക്കാൾ, അവന്റെ സന്താനങ്ങളെക്കാൾ, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെക്കാളും ഞാൻ നിങ്ങൾക്ക് പ്രിയങ്കരനാകുന്നത് വരെ നിങ്ങൾ വിശ്വാസികളാവുകയില്ല. സ്വന്തം ഉമ്മയെക്കാളും ഉപ്പയെക്കാളും നമ്മൾ പോറ്റി വളർത്തുന്ന പ്രിയപ്പെട്ട മക്കളെക്കാളും ഈ ദുനിയാവിലുള്ള മറ്റെന്തിനേക്കാളും നമ്മളെക്കാളും ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാത്ത കാലത്തോളം നമ്മുടെ ഈമാൻ പൂർത്തിയാവുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. അത്രമാത്രം വലിയ സ്നേഹമാണ്. അപ്പൊ സ്വന്തം മാതാപിതാക്കളെക്കാൾ, മക്കളെക്കാൾ, സഹോദരങ്ങളെക്കാൾ, ഇണയേക്കാൾ, കുടുംബത്തെക്കാൾ, സമ്പത്തിനേക്കാൾ, കച്ചവടത്തെക്കാൾ, വീടിനേക്കാൾ എല്ലാം ആ പ്രവാചകനോടുള്ള സ്നേഹം പരിശുദ്ധ ഖുർആനിന്റെ ഒരു ആയത്തിൽ നമുക്ക് കാണാം. സൂറത്തു തൗബയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബോധ്യപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു താക്കീത് പോലെ മുഴുവൻ മനുഷ്യരെയും ബോധ്യപ്പെടുത്തുകയാണ്. قل إن كان آباؤكم وأبناؤكم وإخوانكم وأزواجكم وعشيرتكم وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها. ഓരോന്നും എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ബോധ്യപ്പെടുത്തുകയാണ്. പ്രവാചകരെ താങ്കൾ പറഞ്ഞു കൊടുക്കുക, നിങ്ങളുടെ ഉപ്പമാർ, നിങ്ങളുടെ മാതാപിതാക്കൾ, നിങ്ങളുടെ മക്കൾ, അതുപോലെ തന്നെ നിങ്ങളുടെ സഹോദരങ്ങൾ, ഈ ദുനിയാവിൽ നിങ്ങൾ ഏറ്റവും സ്നേഹിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയല്ലേ? ആ കാര്യങ്ങൾ ഓരോന്നും എടുത്ത് വിശുദ്ധ ഖുർആനിലുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, പ്രവാചകരെ അവർക്ക് ഓതി കൊടുക്കുക, അവർക്ക് പറഞ്ഞു കൊടുക്കുക, നിങ്ങളുടെ മാതാപിതാക്കളോ, നിങ്ങളുടെ മക്കളോ, നിങ്ങളുടെ സഹോദരങ്ങളോ, നിങ്ങളുടെ ഇണകളോ, നിങ്ങളുടെ കുടുംബമോ, അതുപോലെ തന്നെ നിങ്ങൾ നഷ്ടം സംഭവിക്കുമെന്ന് ഭയക്കുന്ന, നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ നിങ്ങളുടെ സമ്പത്തോ, വില കുറഞ്ഞു പോകുമോ അല്ലെങ്കിൽ വില ഇടിഞ്ഞു പോകുമോ എന്ന് നിങ്ങൾ ഭയപ്പെടുന്ന നിങ്ങളുടെ കച്ചവടത്തെക്കാൾ, കച്ചവട വസ്തുക്കളെക്കാൾ, നിങ്ങൾ ഇഷ്ടപ്പെട്ട് തൃപ്തിപ്പെട്ട് പാർക്കുന്ന നിങ്ങളുടെ വസതിയേക്കാൾ, നിങ്ങളുടെ വീടിനേക്കാൾ എല്ലാം ഇതിനേക്കാളെല്ലാം അല്ലാഹുവും അവന്റെ പ്രവാചകനും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് വരെ അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ധർമ്മസമരം, അല്ലാഹുവും
അവന്റെ പ്രവാചകനും അതുപോലെ അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദും മറ്റെന്തിനേക്കാളും നിങ്ങൾക്ക് പ്രിയങ്കരമായിട്ടില്ലെങ്കിൽ ഫതറബ്ബസൂ ഹത്താ യഅതി അല്ലാഹു ബിഅംരിഹി, എങ്കിൽ നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക. അല്ലാഹു അവന്റെ കൽപ്പന കൊണ്ടുവരുന്നത് വരെ നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ, യാതൊരുവിധ അക്രമികളെയും തമ്മാടികളെയും അല്ലാഹു നേർവഴിയിലാക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യൻ ദുനിയാവിൽ എന്തെല്ലാം കാര്യങ്ങളോട് പ്രിയം വെക്കുമോ ആ ഓരോ കാര്യത്തെയും എടുത്തെടുത്തുകൊണ്ട് പറയുകയാണ്, മനുഷ്യരെ, നിങ്ങളുടെ മാതാപിതാക്കളും നിങ്ങളുടെ മക്കളും അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ സഹോദരങ്ങളും നിങ്ങളുടെ ഇണകളും നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ കച്ചവട വസ്തുക്കളും അതുപോലെ തന്നെ നിങ്ങളുടെ പാർപ്പിടങ്ങൾ നിങ്ങളുടെ വീടുകൾ ഇതിനേക്കാളില്ല ദുനിയാവിന്റെ ഏതൊരു വിഭവത്തെക്കാളും അള്ളാഹുവിനോട് ഇഷ്ടമുണ്ടാവണം, അള്ളാഹുവിനോട് പ്രിയം വെക്കാൻ സാധിക്കണം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹം വെക്കാൻ നമുക്ക് സാധിക്കണം. അതുപോലെ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദിനോട് ഇഷ്ടം വെക്കുവാൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ കൽപ്പന കൊണ്ടുവരുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കുക എന്നുള്ളതാണ്. പത്രമാത്രമാണ് അള്ളാഹുവിനോടുള്ള ഇഷ്ടം, അള്ളാഹുവിനോടുള്ള സ്നേഹം, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരെക്കാളും അവരോട് അടുത്തവനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കൊക്കെ അറിയാം, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ അവിടുന്ന് പറയുകയാണ്, ലാ വല്ലദീ നഫ്സി ബിയദിഹി ഹത്താ അകൂന അഹബ്ബ ഇലൈക മിൻ നഫ്സിക. ഒരിക്കൽ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രവാചകനോട് പറയുകയാണ്, പ്രവാചകരെ, എനിക്ക് എന്നെ കഴിഞ്ഞാൽ പിന്നെ താങ്കളെയാണ് ഏറ്റവും വലിയ ഇഷ്ടം. എന്റെ സ്വന്തം നഫ്സ് കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത് പ്രവാചകരെ താങ്കളെയാണ് എന്ന് പറഞ്ഞപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തിയതാണ്, യാ വല്ലദീ നഫ്സി ബിയദിഹി ഹത്താ അകൂന അഹബ്ബ ഇലൈക മിൻ നഫ്സിക. മതിയായിട്ടില്ല ഉമറേ, ആയിട്ടില്ല, പൂർത്തിയായിട്ടില്ല. താങ്കളുടെ നഫ്സിനെക്കാളും താങ്കളുടെ ശരീരത്തെക്കാളും താങ്കൾ എന്നോട് പ്രിയം വെക്കുന്നത് വരെ ഈമാൻ പൂർത്തിയാവുകയില്ല. അത് കേട്ടപ്പോൾ അപ്പോൾ തന്നെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു തിരുത്തി പറയുകയാണ്, എങ്കിൽ ഈ ഉമറിന് സ്വന്തം ശരീരത്തെക്കാളും ഇഷ്ടം പ്രവാചകനെയാണ് എന്ന് തിരുത്തി പറഞ്ഞപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ആൻ യാ ഉമർ, ഇപ്പോഴാണ് ഉമറേ ശരിയായ. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന റിപ്പോർട്ടാണ്. സഹോദരങ്ങളെ, അത്രമാത്രം സ്വന്തം ശരീരങ്ങളെക്കാൾ സ്വന്തം സ്വത്തുക്കളെക്കാൾ ഈ ദുനിയാവിലുള്ള എല്ലാത്തിനേക്കാളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പ്രാധാന്യം നൽകിയവരായിരുന്നു മഹാന്മാരായ സ്വഹാബ കിറാം എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ആ രൂപത്തിൽ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ മനോഭാവത്തിലും ആ പ്രവാചകൻ അർഹിക്കുന്ന സ്ഥാനം നൽകുവാൻ നമുക്ക് സാധിക്കണം. മൂന്ന് കാര്യങ്ങൾ ഒരാളുടെ ഹൃദയത്തിലേക്ക് ചേർന്നാൽ ഈമാനിന്റെ മാധുര്യം അയാൾക്ക് അനുഭവിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞെടുത്ത് ഒന്നാമതായി പറഞ്ഞ കാര്യം അയ്യഖൂനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ, മറ്റെന്തിനേക്കാളും അള്ളാഹുവിനോടും അള്ളാഹുവിന്റെ പ്രവാചകരോടും ഇഷ്ടമുണ്ടാവുക എന്നുള്ളതാണ്. ഇതാണ് മൂന്ന് കാര്യങ്ങളിൽ ഒന്ന്. ഏറ്റവും പ്രാധാന്യത്തോടു കൂടി നാം മനസ്സിലാക്കേണ്ടത് മറ്റെന്തിനേക്കാളുമുള്ള ഇഷ്ടവും സ്നേഹവും അള്ളാഹുവിനോടും അള്ളാഹുവിന്റെ പ്രവാചകരോടും ആവുക എന്നുള്ളതാണ്. ആ രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നവരാകുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, ഹിജ്റ ചെയ്യുന്ന വേളയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോകുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നടക്കുമ്പോൾ കുറച്ചു സമയം അദ്ദേഹം വലതു ഭാഗത്ത് നടക്കും, കുറച്ചു കഴിഞ്ഞാൽ ഇടത് ഭാഗത്തേക്ക് മാറി നടക്കും, കുറച്ചു കഴിയുമ്പോൾ മുന്നിൽ നടക്കും, കുറച്ചു കഴിയുമ്പോൾ പിന്നിലേക്ക് നടക്കും. ഇങ്ങനെ നാല് ഭാഗത്തേക്കും അബൂബക്കർ റളിയല്ലാഹു അൻഹു മാറി മാറി നടക്കാനുണ്ടായ കാരണം ഏത് ഭാഗത്ത് നിന്ന് ശത്രുവിന്റെ ആക്രമണം ഉണ്ടായാലും എന്നെ കഴിഞ്ഞിട്ടേ എന്റെ പ്രവാചകനിലേക്ക് ശത്രു എത്താൻ പാടുള്ളൂ എന്ന നിർബന്ധമായിരുന്നു. ഓരോ ദിശകളിലേക്കും മാറി നടന്നുകൊണ്ട് പ്രവാചകനെ വലയം ചെയ്തുകൊണ്ട് സംരക്ഷിച്ച മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരുപക്ഷെ ശത്രുക്കൾ താനാണ് പ്രവാചകൻ എന്ന് വിചാരിച്ചുകൊണ്ട് പുതപ്പിനുള്ളിൽ വെച്ച് തന്നെ കൊന്നുകളയും എന്ന് മനസ്സിലാക്കിയിട്ടും പ്രവാചകന്റെ പുതപ്പിട്ടുകൊണ്ട് മൂടി പ്രവാചകൻ കിടന്ന കിടപ്പറയിൽ കിടന്ന മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ ജീവനേക്കാൾ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചതുകൊണ്ടായിരുന്നു. ഉഹുദിന്റെ രണാങ്കണത്തിൽ നാല് പാടും ആളുകൾ ചിതറിയോടിയപ്പോ
മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുറ്റും നിന്നുകൊണ്ട് വളരെ കുറഞ്ഞ സ്വഹാബത്ത് മാത്രം ഉഹദിന്റെ രണാങ്കണത്തിൽ ഉറച്ചു നിന്നപ്പോ മഹാനായ തൽഹ റളിയല്ലാഹു അൻഹു നാല് ഭാഗം നിന്നുകൊണ്ട് പ്രവാചകന്റെ നേരെ വന്ന എല്ലാ വെട്ടും കുത്തും ഏറ്റുവാങ്ങി ഉഹദിന്റെ രണാങ്കണത്തിൽ തിരിച്ചു പോകുമ്പോ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിൽ 80 ചില്ലാനം വെട്ടുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇത് പ്രവാചകനെ തങ്ങളുടെ ജീവിതം കൊണ്ട്, തങ്ങളുടെ ശരീരം കൊണ്ട് സഹായിച്ചവരായിരുന്നു. തങ്ങളുടെ ശരീരം കൊടുത്തുകൊണ്ട്, തങ്ങളുടെ ജീവൻ കൊടുത്തുകൊണ്ട് ആ പ്രവാചകനോടുള്ള സ്നേഹത്തെ സത്യപ്പെടുത്തിയവരായിരുന്നു. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ആ പ്രവാചകൻ നമ്മുടെ കൺമുന്നിലില്ല. ആ പ്രവാചകൻ മരണപ്പെട്ടു പോയി കഴിഞ്ഞു. ഇനി എങ്ങനെയാണ് ആ പ്രവാചകനെ നാം സ്നേഹിക്കേണ്ടത്? ആ പ്രവാചകന് ശരീരം കൊടുക്കുവാൻ, ആ പ്രവാചകനെ സംരക്ഷിക്കുവാൻ ആ പ്രവാചകൻ നമ്മുടെ കൺമുന്നിലില്ല. പിന്നെ എങ്ങനെയാണ് ആ പ്രവാചകനെ നാം സ്നേഹിക്കേണ്ടത്? ആ പ്രവാചകനെ നാം സ്നേഹിക്കേണ്ടത് ആ പ്രവാചകൻ കൊണ്ടുവന്നതിനെ മുഴുവനും സത്യപ്പെടുത്തിക്കൊണ്ടാണ്. ആ പ്രവാചകൻ വിശ്വസിക്കാൻ വേണ്ടി നമ്മളോട് ആവശ്യപ്പെട്ടതിനെ എല്ലാം യാതൊന്നും മറകളില്ലാതെ എന്റെ ബുദ്ധിക്ക് യോജിക്കുന്നുണ്ടോ, എന്റെ യുക്തിക്ക് യോജിക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ടല്ല. അത് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞതാണോ, അത് സ്വഹീഹായ ഹദീസാണോ എങ്കിൽ ഞാൻ അത് വിശ്വസിക്കുന്നു എന്ന നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം ഒന്നാമതായി നാം പ്രകടിപ്പിക്കേണ്ടത്. വിശ്വാസമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇല്ലാത്ത സദസ്സിൽ ചില കാര്യങ്ങൾ പറഞ്ഞ് അത് അബൂബക്കർ വിശ്വസിച്ചിരിക്കുന്നു, അത് ഉമർ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുമായിരുന്നു. അതെന്താണെന്ന് അറിയുമോ? എന്തൊന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാലും അത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു സത്യപ്പെടുത്തുമായിരുന്നു. അവരുടെ സാന്നിധ്യമില്ലെങ്കിൽ പോലും റസൂലിന് അറിയാം അത് റസൂൽ പറഞ്ഞു എന്നതിന്റെ പേരിൽ അവർ വിശ്വസിക്കുമെന്ന്. ഈ രൂപത്തിലാവണം ഒരു സത്യവിശ്വാസിയുടെ നിലപാട്. അത് പ്രവാചകൻ പറഞ്ഞതാണോ എന്ന ഒരൊറ്റ ചോദ്യം ആണെങ്കിൽ അവിടെ എന്റെ ബുദ്ധിക്കോ, എന്റെ യുക്തിക്കോ, എന്റെ ചിന്തകൾക്കോ, ഭൗതികമായ ഏതെങ്കിലും താരതമ്യ പഠനങ്ങൾക്കോ അവിടെ യാതൊരു മാനങ്ങളുമില്ല. പൂർണ്ണമായ വിശ്വാസം ആ രംഗത്തുണ്ടാവുക എന്നുള്ളതാണ്. إنما المؤمنون الذين آمنوا بالله ورسوله ثم لم يرتابوا. പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി ബോധ്യപ്പെടുത്തുകയാണ് നിശ്ചയമായും ആരാണ് സത്യവിശ്വാസികൾ? الذين آمنوا بالله ورسوله. അവർ അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരാണ്, അവർ പ്രവാചകനിൽ വിശ്വസിക്കുന്നവരാണ്. വിശ്വസിക്കുക മാത്രമല്ല ثم لم يرتابوا, പിന്നീട് യാതൊരുവിധ സന്ദേഹങ്ങളും അവരെ കുറിച്ച് അവരുടെ മനസ്സകങ്ങളിലില്ല. വിചാരണയെ കുറിച്ചില്ല, സിറാത്തിനെ കുറിച്ചില്ല, മഹ്ശറിനെ കുറിച്ചില്ല. അത് അല്ലാഹു പറഞ്ഞതാണോ, അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചതാണോ? പിന്നീട് സന്ദേഹങ്ങളില്ലാത്ത രൂപത്തിൽ പരിപൂർണമായ വിശ്വാസം. ആ വിശ്വാസമാണ് സത്യവിശ്വാസികളെ പ്രവാചകനോടുള്ള സ്നേഹം എന്ന് പറയുന്നത്. വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നമ വസാഅത് മസീറാ. പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ. സന്മാർഗ്ഗം വ്യക്തമായി കഴിഞ്ഞതിനു ശേഷം, സന്മാർഗ്ഗം വ്യക്തമായി കഴിഞ്ഞതിനു ശേഷം ആരെങ്കിലും അല്ലാഹുവിന്റെ പ്രവാചകനോട് എതിര് നിന്ന് കഴിഞ്ഞാൽ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളുടേതല്ലാത്ത ഒരു വഴി അവർ സ്വീകരിക്കുകയും ചെയ്താൽ നുവല്ലിഹി മാ തവല്ല, അവർ തിരിഞ്ഞ വഴിയെ നാം അവരെ തിരിച്ചുവിടുന്നതാണ്. വനുസ്ലിഹി ജഹന്നം, അങ്ങനെ അവർ ആ ജഹന്നമിൽ അവരെ കടന്നിരിക്കുന്നതാണ്. വസാഅത് മസീറ, എത്ര മോശപ്പെട്ട ഒരു പതന സ്ഥാനമാണത്. പരിശുദ്ധ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ സൂറത്തുൽ അൻഫാലിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് രേഖപ്പെടുത്തുകയാണ് വമൻ യുശാഖിഖില്ലാഹ വറസൂല ഫഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്. ആരാണോ അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ പ്രവാചകനും എതിരായി നിൽക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവർ മനസ്സിലാക്കുക ഫഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്, നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യസന്ദേശമായി കൊണ്ടുവന്നതിനെ പരിപൂർണമായി വിശ്വസിക്കുകയും ആ പ്രവാചകനെ ഇത്തിബാഅ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ്. ചാണിന് ചാണായിക്കൊണ്ട്, മുടത്തിന് മുടമായിക്കൊണ്ട് ആ പ്രവാചകനെ പിൻപറ്റുക എന്നുള്ളതാണ്. ആ പ്രവാചകനെ പിൻപറ്റുക എന്നുള്ളതിലാണ് നമ്മുടെ വിജയം എന്ന് നാം മനസ്സിലാക്കുക. ആ പ്രവാചകനെ പിൻപറ്റുന്നത് വഴി അല്ലാഹുവിന്റെ സ്നേഹവും നേടിയെടുക്കുവാൻ നമുക്ക് സാധിക്കും. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്,
പ്രവാചകരെ പറഞ്ഞു കൊടുക്കുക, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിന്തുടരുക, നിങ്ങൾ എന്നെ ഇത്തിബാഅ് ചെയ്യുക. യുഹിബ്ബുകുമുല്ലാഹ്, എങ്കിൽ അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടുന്നതാണ്. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ അവൻ പുറത്തു തരുന്നതാണ്. വല്ലാഹു ഗഫൂറുർ റഹീം, അല്ലാഹു പാപം പൊറുക്കുന്നവനും കരുണാവാരിധിയുമാണ്. അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ പ്രവാചകനെ ഇത്തിബാഅ് ചെയ്യുക. അങ്ങനെ ഇത്തിബാഅ് ചെയ്യുന്ന മുത്തബിഉകളെ അല്ലാഹു ഇഷ്ടപ്പെടുകയും അവരുടെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുകയും ചെയ്യും എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹുവിനെ സന്തോഷിപ്പിച്ച ആയത്ത് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കി. വമൻ യുതിഇല്ലാഹ വറസൂൽ, ആരാണോ അല്ലാഹുവിനെ അനുസരിക്കുന്നത്, ആരാണോ അല്ലാഹുവിന്റെ പ്രവാചകനെ അനുസരിക്കുന്നത്, ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം, അവർ അല്ലാഹു അനുഗ്രഹം ചെയ്ത ആളുകളുടെ കൂടെയാണ് സ്വർഗ്ഗത്തിൽ. ആരാണ് അനുഗ്രഹം ചെയ്ത ആളുകൾ? മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസ്ന ഉലൈക റഫീഖാ, നബിമാരോടൊപ്പം, സിദ്ദീഖീങ്ങളോടൊപ്പം, ശുഹദാക്കളോടൊപ്പം, സ്വാലിഹീങ്ങളോടൊപ്പം അങ്ങനെ ഒന്നിച്ചായിരിക്കും സ്വർഗ്ഗത്തിൽ. നിങ്ങൾക്ക് നബിമാരുടെ കൂടെ സ്വർഗ്ഗത്തിൽ കഴിയണോ? പ്രവാചകന്റെ സഹവാസം വേണമോ? സിദ്ദീഖീങ്ങളോട് കൂടെ കഴിയണമോ? ശുഹദാക്കളോട് കൂടെ, സ്വാലിഹീങ്ങളോട് കൂടെ സഹവസിച്ചുകൊണ്ട് സ്വർഗ്ഗത്തിൽ കഴിയണോ? എങ്കിൽ അല്ലാഹുവിനെ അനുസരിക്കുക, അല്ലാഹുവിന്റെ പ്രവാചകനെ അനുസരിക്കുക. വഹസ്ന ഉലൈക റഫീഖാ, സ്വർഗ്ഗത്തിൽ അവർ എത്ര നല്ല കൂട്ടുകാരാണ്. നബിമാരെയാണ് കൂട്ടുകാരെന്ന് പറയുന്നത്. സിദ്ദീഖീങ്ങളെയും ശുഹദാക്കളെയും സ്വാലിഹീങ്ങളെയുമാണ് നമ്മുടെ കൂട്ടുകാരെന്ന് പറയുന്നത്. അപ്പോൾ അല്ലാഹുവിനെ അനുസരിക്കുവാൻ, അല്ലാഹുവിന്റെ പ്രവാചകനെ അനുസരിക്കുവാൻ നാം തയ്യാറാകുമ്പോ ആ സ്വർഗ്ഗത്തിൽ അവരുമായി സഹവസിച്ചുകൊണ്ട് ഏറ്റവും നല്ല രൂപത്തിൽ കഴിയാനുള്ള ആ ഒരു അനുഗ്രഹം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചൊരിഞ്ഞു തരും എന്നുള്ളതാണ്. ആ രൂപത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകനെ ഇത്തിബാഅ് ചെയ്യുന്ന മുത്തബിഉകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. عاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وأصحابه الفائزين برضا الله. أما بعد. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും തഖ്വ കൊണ്ട് ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹുവെ അനുസരിക്കുക എന്നുള്ളത് കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിരുപാധികമായി അനുസരിക്കുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ പ്രവാചകൻ കൊണ്ടുവന്ന മുഴുവൻ കാര്യങ്ങളും അംഗീകരിക്കലും, കൽപ്പനകൾ അനുസരിക്കലും, അതുപോലെ തന്നെ നിരോധനങ്ങൾ വെടിയലുമാണ്. ഈ രൂപത്തിലാണ് അനുസരണത്തിന്റെ ഉദ്ദേശം. പരിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ ഹശ്റിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു. ആ പ്രവാചകൻ നിങ്ങൾക്ക് എന്താണ് കൊണ്ടുവന്നത് അതിനെ നിങ്ങൾ സ്വീകരിക്കുക. ആ പ്രവാചകൻ നിങ്ങളോട് വിരോധിച്ചതിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുകയും ചെയ്യുക. വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുക. ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്, നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഇമാം ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് അടക്കമുള്ള മുഫസ്സിറുകൾ കൊണ്ടുവന്ന ഇമാം ബുഖാരിയും മുസ്ലിമും മറ്റു മുഹദ്ദിസുകളും ഉദ്ധരിച്ച ഒരു സംഭവം അത് മാത്രം ഉദ്ധരിക്കുകയാണ്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന റിവായത്തിൽ നമുക്ക് കാണാം, അൻ അബ്ദുല്ലാഹ് ഖാൽ ലഅനല്ലാഹുൽ വാശിമാതി വൽ മുസ്തൗശിമാതി വൻ നാമിസാതി വൽ മുതനമ്മിസാതി വൽ മുതഫല്ലിജാതി ലിൽ ഹുസ്നിൽ മുഗയ്യിറാതി ഖൽഖല്ലാഹ്. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, വിരോധങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോ പ്രവാചകൻ നിഷിദ്ധമാക്കിയതിൽ നിന്ന് മാറി നിൽക്കണമെന്നൊക്കെ പഠിപ്പിക്കുന്നിടത്തുള്ള വിശദീകരണങ്ങളിൽ വന്ന ഒരു ഹദീസ് മാത്രം സൂചിപ്പിക്കുകയാണ്. ഫാഷന്റെ പേരിൽ, മറ്റു പലതിന്റെയും പേരിൽ പച്ച കുത്തുന്ന ആളുകളെ നമുക്ക് കാണാം. ശരീരത്തിൽ പച്ച കുത്തുന്നതും അത് ചെയ്യിക്കുന്നതും, ഭംഗി കൂട്ടാൻ എന്ന വ്യാജേന പുരികം പറിക്കുന്നതും അത് ചെയ്യിപ്പിക്കുന്നതും പ്ലക്കിംഗ് എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ ഭംഗി കൂട്ടാനായി പല്ലിന്റെ നിരയൊപ്പിച്ച് രാഗിയൊപ്പിക്കുന്നത്, അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിൽ മാറ്റം വരുത്തുന്നത്, അത്തരക്കാരായ സ്ത്രീകളെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. സ്ത്രീകൾ പ്രത്യേകമായി അത് ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഹദീസിൽ അങ്ങനെ വന്നിട്ടുള്ളത്.
ഈ രൂപത്തിൽ ആര് പ്രവർത്തിച്ചാലും ശരി അത് അള്ളാഹുവിന്റെ പ്രവാചകനെ ധിക്കരിക്കലാണ് എന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവിടെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഈ രൂപത്തിൽപ്പെട്ട ആളുകൾക്ക് അള്ളാഹുവിന്റെ ശാപമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നന്നായി പരിശുദ്ധ ഖുർആൻ ഓതാറുണ്ടായിരുന്ന ഉമ്മു യഅഖൂഖ് എന്ന് പറയുന്ന ഒരു സ്ത്രീ അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾ ഈ പറയുന്ന ആളുകളെയൊക്കെ ശപിക്കുന്നു എന്ന് കേട്ടല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വമാ ലി ലാ അൽഅനു മൻ ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ ഫീ കിതാബില്ലാഹ്. അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിലുള്ളതനുസരിച്ച് അല്ലാഹുവിന്റെ പ്രവാചകൻ ശപിച്ചവരെ അല്ലാതെ ഞാൻ ശപിക്കില്ല എന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉത്തരം പറഞ്ഞു. ലഖദ് ഖറഅതു മാ ബൈന ലൗഹിൽ മുസ്ഹഫി ഫമാ വജദ്തു. ആ സ്ത്രീ തിരിച്ചു പറയുകയാണ്, ഇബ്നു മസ്ഊദേ, ഞാൻ പരിശുദ്ധ ഖുർആൻ ഓതിയ ആളാണ്. പരിശുദ്ധ ഖുർആൻ ഓതിയപ്പോൾ ഞാൻ ഈ രണ്ട് ചട്ടകൾക്കിടയിൽ ഈ പറഞ്ഞ ആളുകളെ ഒന്നും ശപിക്കുന്നതായി കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തിരിച്ചു പറഞ്ഞ ഉത്തരം, ലഇൻ കുൻതി ഖറഅതീഹി ലഖദ് വജദ്തീഹി ഖാല അല്ലാഹു അസ്സ വജൽ വമാ ആതാകുമുർ റസൂൽ ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫത്തഹു. പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളെ മനസ്സിലാക്കേണ്ടത് ആ പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളെ സ്വഹാബത്ത് എങ്ങനെ മനസ്സിലാക്കി എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. ആ സബബിന്റെ അടിസ്ഥാനത്തിൽ സലഫുകൾ എങ്ങനെ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ആ മൻഹജു സലഫ് അനുസരിച്ചുകൊണ്ട് പ്രമാണങ്ങളെ സ്വീകരിക്കുമ്പോഴാണ് അതിൽ അടങ്ങിയിരിക്കുന്ന സാരാംശത്തെ പരിപൂർണമായി ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഈ രൂപത്തിൽ അവിടെ അള്ളാഹുവിന്റെ പ്രവാചകൻ കൊണ്ടുവന്നതിനെ മുഴുവനും സ്വീകരിക്കണമെന്ന് പറയുമ്പോൾ, പ്രവാചകൻ വിരോധിച്ചതിൽ നിന്നെല്ലാം മാറി നിൽക്കണമെന്ന് പറയുമ്പോൾ, ഈ രൂപത്തിൽ പ്രവാചകൻ വിരോധിച്ച പച്ചകുത്തലും അതുപോലെ തന്നെ ഈ പറയപ്പെട്ട കാര്യങ്ങളെല്ലാം അതിൽ ഉൾപ്പെടുമെന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവിടെ വിശദീകരിക്കാൻ നമുക്ക് കാണാം. ഏതായിരുന്നാലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അത് നബിദിനം കഴിക്കലല്ല, അത് ബിദ്അത്തുകൾ ചെയ്യലല്ല, ഹറാമുകൾ ചെയ്യലല്ല, പ്രവാചകനെ അനുധാവനം ചെയ്യലാണ്. പ്രവാചകൻ കൊണ്ടുവന്നതിൽ വിശ്വസിച്ചുകൊണ്ട് ആ ആദർശ പ്രബോധന രംഗത്ത് നിലനിൽക്കലാണ് എന്ന് മനസ്സിലാക്കുക. ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, നമുക്കറിയാം MGM സംസ്ഥാന ക്യാമ്പയിന്റെ ഭാഗമായി MGM പത്തപ്പിരിയം ശാഖാ സംഗമം നാളെ വൈകുന്നേരം അസ്ർ നമസ്കാരത്തിന് ശേഷം നമ്മുടെ വായനശാല പള്ളിയിൽ വെച്ച് സിദ്ദീഖ് പാലത്തോളാണ് പ്രഭാഷണം നിർവഹിക്കുന്നത്. എല്ലാ സഹോദരിമാരെയും വിദ്യാർത്ഥിനികളെയും പ്രസ്തുത സംഗമത്തിലേക്ക് ക്ഷണിക്കുകയാണ്.